everyone, welcome back to Silent Learning. It's me Jamshad. You can call me JD. ഇനി വരുന്ന ഓണം എക്സാമിന് ഈ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന സ്ട്രാറ്റജീസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് A+ ഓണം എക്സാമിന് ഷുവർ ആണ് മക്കളെ, ഷുവർ ആണ്. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അവസാനം വരെ പൂർണ്ണമായിട്ടും കാണുക. നമുക്ക് നോക്കാം ഈ വരുന്ന ഓണം എക്സാമിന്റെ പാറ്റേൺ, കഴിഞ്ഞ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു പാറ്റേൺ എന്തൊക്കെ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സെറ്റാണ്? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. റീഡിംഗ് കോംപ്രഹെൻഷൻ, നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ എത്രത്തോളം ഉണ്ട്, എങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണും. ആക്ച്വലി ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തുള്ളത് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ നിന്ന് ഒരു പോർഷൻ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നോക്കാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് വെച്ച് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷൻ നമ്മൾ ഓൾറെഡി ഉള്ള പാസേജ് ആണ്, ഇല്ലാത്ത പാസേജ് വരാനുണ്ട്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് പറയാം. അതിന് മുമ്പ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. വി സ്റ്റുഡ് അറൗണ്ട് ഫൂളിഷ്ലി, who does we refer to? ഇവിടെ വി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായ ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ why did they use a collar made of tiger skin? ടൈഗർ സ്കിന്നിന്റെ കോളർ എന്തിനാ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഫ്ലാറ്റൻ ആയി പോകാതിരിക്കാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രൈസൽ വേർബ് മറഞ്ഞു കിടക്കുന്നുണ്ട്. യെസ്, ആക്ച്വലി ടേക്കൺ അബാക്ക് ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ സത്യജിത്രേന്റെ ആ ഒരു ഹ്യൂമർ സെൻസ് ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് ഹ്യൂമർ ആയിട്ട് തോന്നില്ല, എന്നാലും അത് ഹ്യൂമർ ആണ് എന്നുള്ളത് നമ്മൾ എന്താക്കണം, ഐഡന്റിഫൈ ചെയ്യണം. മാത്രമല്ല മിസ്റ്റർ തൊറാറ്റ് സ്റ്റാർട്ടിൽ ആൻഡ് ഹെൽപ്ലെസ് ഫേസ് റിവീൽ, ആ തൊറാറ്റിന്റെ ആ ഒരു പിന്നെ ബേജാറായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ, അതെന്താണ് റിവീൽ ചെയ്തത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആക്ച്വലി അതെല്ലാത്തിൻ്റെയും ആൻസർ ഈ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നേരെ പക്ഷേ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല, പക്ഷേ IELTS എക്സാമിനൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, എന്നിട്ട് നേരെ സെൻറ്റൻസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ധാരാളം ടൈം സേവ് ചെയ്യാൻ കഴിയും. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട്, ഓൾറെഡി കണ്ട ഒരു പാസേജാണ്, നമ്മൾ പഠിച്ച പാസേജ് ആകുന്ന സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ സെറ്റ്. അപ്പോൾ ഇതുപോലത്തെ ധാരാളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ആരോടും പറയണ്ട, സീക്രട്ടായിട്ട് വെക്കുക, പവറാക്കുക. പക്ഷേ നിങ്ങൾ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കൂ, ഷെയർ ചെയ്ത് കൊടുക്കൂ. ഡെഫിനറ്റ്ലി ഫ്രോം ദ പോം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കുറച്ച് പോംസ് ഉണ്ടല്ലോ, അത് ഏതൊക്കെ പോംസാ? ഈ പോംസ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതുപോലെ തന്നെ ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്, ഈ രണ്ട് പോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിലേതെങ്കിലും ഒരു പോയത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരും. അത് ആക്ച്വലി നമ്മുടെ ആ ഒരു പോയത്തിൻ്റെ ഏതെങ്കിലും രണ്ടോ സ്റ്റാൻസ് തന്നിട്ട് അതിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. സോ ഇനി അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിംഗ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? നോ, ഇതിൽ നിന്ന് സെയിം വരാം. ഈ സ്റ്റാൻസയാണ് കൊടുത്തത് ഈ പ്രാവശ്യം, അടുത്ത സ്റ്റാൻസ് വേറെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സോ രണ്ട് ചാപ്റ്റർ നമ്മൾ കിഡുമായിട്ട് പഠിക്കണം, സെറ്റ് ആക്കണം. മാത്രമല്ല എന്നിട്ട് അതിൽ നിന്ന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതെന്താണ് റോഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശം ചോദിക്കുന്നുണ്ട്. വൈറ്റ് ഡവ് എന്താണ് സിംബലൈസ് ചെയ്യുന്നത്, ഇതേ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു മെയിൻ ഹെഡിങ് എന്നെ പറയുന്നില്ല, ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലിട്രേഷൻ, പോയറ്റിക് ഡിവൈസസ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു വെക്കണം, നമ്മൾ സെറ്റാക്കും, പവറാക്കും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇതുപോലത്തെ ധാരാളം ഡിസ്കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നതാണ്, പവറാക്കുന്നതാണ്. സെറ്റാണല്ലോ? അങ്ങനെ കവിതയിൽ നിന്ന്, നമ്മുടെ പോത്തിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെയാണ്, സെറ്റാണ്. നെക്സ്റ്റ് വൺ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കവിതകൾ, ഈ രണ്ട് ചാപ്റ്റേഴ്സും നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഓണം എക്സാമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഈ രണ്ട് ചാപ്റ്റേഴ്സും രണ്ട് ഫോംസ് നമ്മൾ സെറ്റാക്കി പഠിച്ചു വെക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അൺസീൻ പാസേജ്. നമ്മൾ ഫസ്റ്റ് പ്രൊജക്ട് ടൈഗർ എന്നാണെങ്കിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു പാസേജിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഇത് നമ്മൾ എങ്ങനെ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ധാരാളം ആക്ടിവിറ്റികൾ, ഇതുപോലത്തെ ധാരാളം പ്രാക്ടീസുകൾ നമ്മൾ എന്താക്കണം, ചെയ്തു വെച്ചിരിക്കണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. സോ അതും ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ഇതിലെ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുന്നു, എന്നിട്ട് നേരെ നമ്മുടെ എക്സാക്റ്റ് ടെക്സ്റ്റിലേക്ക് പോകുന്നു. അതിലേക്ക് പോയിട്ട് നമ്മൾ എന്താക്കുന്നു, ആൻസർ കണ്ടെത്തുന്നു. ഇതാണ് ട്രിക്ക്. സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ്. സെറ്റാക്കുക, യൂസ്ഫുൾ ആയിരിക്കും.
പവറാക്കാം. യെസ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് സൂം ചെയ്യുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ എന്തായാലും അടുത്ത പ്രാവശ്യം വരില്ല. ഇതുപോലത്തെ മറ്റേതെങ്കിലും പാസേജ് ആയിരിക്കും വരിക, അതും അൺസീൻ പാസേജ്, നമ്മൾ ഇന്നേവരെ കാണാത്തൊരു പാസേജ് ആയിരിക്കും. സോ സെറ്റ് ആക്കണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നരേഷനോ റൈറ്റ് അപ്പോ, ഇതിലേതെങ്കിലും ഒന്ന് വരും, ചിലപ്പോൾ രണ്ടും വരും. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഓക്കെ, അതിൽ നിന്നൊരു നരേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്നേക്ക് ആൻഡ് ദ മിററിന്റെ റൈറ്റ് അപ്പും. അല്ല സാറേ, എന്താണ് ഈ നരേഷൻ, എന്താണ് റൈറ്റ് അപ്പ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഒരു എസ് എഴുതുന്നത് പോലെയാണ് ഇത് രണ്ടും എഴുതുന്നത്, എന്തൊക്കെയോ വരിച്ചു വാരി എഴുതാറുണ്ട്. പക്ഷെ എന്താണ് ഡിഫറൻസ്? ആ ഡിഫറൻസിന് മാർക്കുണ്ട്. അത് നരേഷന്റെ രൂപത്തിൽ എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും, റൈറ്റ് അപ്പിന്റെ രൂപത്തിൽ എഴുതിയാലേ അതിന് മാർക്ക് കിട്ടുകയുള്ളൂ. സോ ഇതെന്താണ് ഡിഫറൻസ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. നോക്കൂ, നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഒരു കാര്യം അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതിന് ടൈറ്റിൽ ഉണ്ടാവും, ഇതിനും ടൈറ്റിൽ ഉണ്ടായിരിക്കും. റൈറ്റ് അപ്പ് എന്ന് പറയുന്ന സമയത്ത് എസ് എ മോഡലായിരിക്കും, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിവരിക്കുകയായിരിക്കും. മറ്റേത് നമ്മൾ സാധാരണ മനുഷ്യന്മാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ഇതൊരു ഒരു ആർട്ടിക്കിൾ ടൈപ്പ് ആയിരിക്കും റൈറ്റ് അപ്പ് ഉണ്ടാവുക. നരേഷൻ എന്ന് പറയുന്നത് ഒരു കഥയൊക്കെ പറയുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ എവിടെ യൂസ് ചെയ്യാൻ പറ്റും? യെസ്, നരേഷനിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ആ ഒരു മൈൻഡിൽ നിന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്നാണെങ്കിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന സമയത്ത് ആ ബോയുടെ ആ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, അതിൽ പറയേണ്ടത്. അതുപോലെ ആയിരിക്കും. അല്ലാതെ ആ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിരിക്കും നമ്മുടെ റൈറ്റ് അപ്പിൽ പറയേണ്ടത്. ഏതൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. മിററിൽ ഫ്രൈറ്റനിങ് ഇൻസിഡന്റ് ഹ്യൂമറസ് വേ, ആ ഒരു ഹ്യൂമറസ് വേ എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് ഓറിയന്റഡ് ആണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത്, ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. സോ ഇതിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, ബോഡി ഉണ്ടായിരിക്കും, കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. റൈറ്റ് അപ്പ് കുറച്ചുകൂടി ഫോമലാണ്. ഇത് നരേഷൻ എന്താണ്, അത്ര ഫോമൽ അല്ല, നമ്മളൊരു കഥ പറയുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. സ്റ്റോറി ലൈക്സ് പരിപാടിയാണ് നരേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് അപ്പ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ടൈപ്പ് സംഭവമാണ്. സോ മനസ്സിലായല്ലോ, ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ആൻസേഴ്സ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ കൂടുതൽ മനസ്സിലായത്, നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നത്, യെസ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് സെറ്റാക്കുക, പവറാക്കുക. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓക്കെ ആണല്ലോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോരുത്. നെക്സ്റ്റ് വൺ, മറ്റൊരു കാര്യം, ഡിസ്കോഴ്സസിലേക്ക് അടുക്കുകയാണ്. എന്താണ് ഡിസ്കോഴ്സ്? നമുക്ക് നോക്കാം. ഇവിടെ നോട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറി എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ യെസ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ ധാരാളം ഡിസ്കോഴ്സുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിനൊക്കെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ്. മെയിനായിട്ട് നോട്ടീസ്, ഡയറി എൻട്രി, ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെക്കണം. ആ ഫോർമാറ്റ് നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ പൊന്നും മക്കളെ, പിന്നെ നിങ്ങൾക്കൊന്നിനും പേടി വേണ്ട. കാരണം ആ ഫോർമാറ്റിന് തന്നെ മാർക്കുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ അതിൽ വേണ്ട ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ദാ കണ്ടോ, പിടിച്ചോ പാറ്റേൺ. യെസ്, നമ്മുടെ ഈ ഒരു നോട്ടീസിന്റെ പാറ്റേൺ ആക്ച്വലി ഇവിടെ 3 ടൈറ്റിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിയർ എന്ന് വെച്ചിട്ട് അവിടെ ആർക്കാണോ ഈ ഒരു നോട്ടീസ് കൊടുക്കുന്നത് അവര്, അതുപോലെ തന്നെ കോണ്ടന്റ്സ്, ഓക്കെ, എന്താണോ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരോടെ, എന്താണോ, കുട്ടികളോടാണോ അല്ലെങ്കിൽ ജനറൽ ആണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വെക്കുക. അതുപോലെ തന്നെ ഡേറ്റ്, ടൈം, വെന്യൂ, ഓക്കെ, സ്ഥലം, അതുപോലെ തന്നെ സമയം, അതുപോലെ തന്നെ ഡേറ്റ്, ഇത് മസ്റ്റ് ആയിട്ടും അതിലുണ്ടായിരിക്കണം. ഓൾ ആർ വെൽക്കം എന്നുള്ള ഒരു അവസാനത്തെ ആ ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. അവസാനം പ്രോഗ്രാം ഡീറ്റെയിൽസ് മസ്റ്റ് ആയിരിക്കും. മിക്ക നോട്ടീസിലും പ്രോഗ്രാം ഡീറ്റെയിൽസ് നമ്മൾ കാണാറുണ്ട്. അത് മാത്രമല്ല അത് കൊടുക്കുക, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താക്കുക, ജസ്റ്റ് കൊടുക്കുക. അങ്ങനെ പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പരിപാടിയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പോർട്സ് ഡേക്ക് ഇത്ര ആൾക്കാരെ ക്ഷണിക്കുന്നതാണെങ്കിൽ അവിടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് വേണോ? വേണ്ട. അങ്ങനെ പ്രോഗ്രാം ഡീറ്റെയിൽസ് വേണ്ട. ഒരു പ്രോഗ്രാം ഓറിയന്റഡ് നോട്ടീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പ്രോഗ്രാം ഡീറ്റെയിൽ കൊടുക്കണം. അത് കൊടുക്കേണ്ട സംഭവങ്ങൾ പറഞ്ഞു നോക്കി വെച്ചോ. വെൽക്കം സ്പീച്ച് ഉണ്ടായിരിക്കും, പ്രസിഡൻഷ്യൽ അഡ്രസ് ഉണ്ടായിരിക്കും, ഇനാഗുറേഷൻ ഉണ്ടായിരിക്കും, ഫെലിസിറ്റേഷൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല വോട്ട് ഓഫ് താങ്ക്സും ഉണ്ടായിരിക്കും. യെസ് ഓക്കെ, വോട്ട് ഓഫ് താങ്ക്സ്. അവസാനം പ്ലേസും ഡേറ്റ് എഴുതുക, അതോറിറ്റി, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ, അദ്ദേഹത്തിൻ്റെ അതോറിറ്റി ആരാണോ ഇതിൻ്റെ അതോറിറ്റി അയാളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഓഫ് ആർട്സ് ക്ലബ്ബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും, അത് എടുത്തുക. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഡയറിയിലേക്കാണ്. ഡയറിക്ക് ഒന്നേ ഉള്ളൂ. യെസ്, സിമ്പിളാണ്. ഡേയും ഡേറ്റും. ടൈം എഴുതാറില്ല, എഴുതിയാൽ കുഴപ്പമില്ല, കുറച്ചുകൂടി ഭംഗി കിട്ടും. ടൈം എഴുതുക. ഓപ്പണിംഗ് ഡിയർ ഡയറിന്നോ അല്ലെങ്കിൽ ഡിയർ മീ എന്നൊക്കെ തുടങ്ങിയിട്ട് എന്താക്കാം, അതിൻ്റെ ഓപ്പണിംഗ്
വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക വെച്ചാൽ നമ്മുടെ ഇമോഷൻ എന്താണെന്നുള്ളത് അവിടെ ഒരു ഡയറിയിൽ എന്താക്കുക മെൻഷൻ ചെയ്യുക. അത് എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് വൺ ക്ലോസിങ്, എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ. ടുഡേ ആ ഒരു ഫസ്റ്റ് കൊടുത്തതുപോലെ ടുഡേ ഐ വാസ് റിയലി ത്രിൽഡ് എന്നെങ്കിൽ ഹാപ്പി അല്ലെങ്കിൽ സാഡോ എന്താണോ ഇമോഷൻ എന്നുള്ളത് അത് ലാസ്റ്റ് ഒന്നുകൂടി എന്താക്കുക മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അത് ക്ലോസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയറിയുടെയും അതുപോലെ തന്നെ നോട്ടീസിൻ്റെയും ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടി. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈസി ആയിട്ട് ഡിസ്കോഴ്സ് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇനിയും സംഭവങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചാപ്റ്റർ ഓറിയൻറ്റഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചാപ്റ്റർ എത്രത്തോളം പഠിച്ചു, നമ്മുടെ ആ ഒരു നോളജ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എത്രത്തോളം വായിച്ചു നോക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അളക്കുന്ന ആ ഒരു ഏരിയ ആണ് ഈ ഒരു ചാപ്റ്റർ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടെ ക്യാരക്ടർ സ്കെച്ച്, ഓക്കെ, സ്നേക്ക് ആൻഡ് ദ മിററിലെ ആ ഒരു ഹ്യൂമറസ് ക്യാരക്ടർ ആണല്ലോ ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. പിന്നെ ഏതൊക്കെയാ മക്കളെ എക്സ്പെക്റ്റബിൾ ക്യാരക്ടർ സ്കെച്ചുകൾ? മറ്റു ആ ഒരു പോംസ് അല്ലാത്ത ഏതൊരു ചാപ്റ്ററിൽ നിന്നും അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ, പ്രൊജക്ട് ടൈഗർ, മൈ സിസ്റ്റേഴ്സ്, ഈ ഇതിൽ നിന്ന് ആരെ വേണമെങ്കിലും അതിലെ ക്യാരക്ടേഴ്സിൽ ആരെ വേണമെങ്കിലും നമുക്ക് എന്താക്കും ആ ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ മെജോറിറ്റി ആയിട്ട് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്, പവർ ആക്കണം. യെസ് സെറ്റ്. അതുപോലെ തന്നെ കോൺവെർസേഷൻ ഉണ്ടായിരിക്കും, കൂടാതെ പാരഗ്രാഫ് എഴുതാനുണ്ട്. ലാസ്റ്റ് വൺ ലെറ്റർ എഴുതാനുണ്ട്. ലെറ്ററിൻ്റെ അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് പഠിപ്പിക്കും. മാത്രമല്ല പ്രൊഫൈൽ, ഏതൊരു ചാപ്റ്ററിൻ്റെയും ഓതർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ വെച്ചിട്ടോ നമുക്ക് പ്രൊഫൈൽ ചെയ്യാനുണ്ടായിരിക്കും. അതിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ രൂപം നമ്മൾ സ്പെഷ്യൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. സോ ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഇതിൻ്റെ ആ ഒരു ഫോർമാറ്റ് വരുന്നത്. മെയിനായിട്ട് ഇനി നമുക്ക് വരാനുള്ളത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഔട്ട് ഓഫ് സിലബസ് സംഭവങ്ങൾ. സിലബസിൽ ഒരു നിലക്കും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും ഇത്. സിലബസിൽ നിന്ന് പുറത്തുള്ള കുറച്ച് സംഭവങ്ങൾ വരും. കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതാണ്. കുറച്ച് ഹെഡിങ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഹെഡിങ് ആണ്. ചിലപ്പോൾ ഗ്രാഫ് വെച്ച് ചോദിക്കാം. എന്തായാലും ഔട്ട് ഓഫ് സിലബസ് ചോദിക്കുന്ന സംഭവങ്ങളാണ്. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. പക്ഷേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം, ഇതിനെപ്പറ്റി പഠിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം പഠിച്ചു പോയാൽ ഫുൾ മാർക്ക് A+ കിട്ടുകയില്ല. That's why we are conducting like this kind of videos. Okay, സെറ്റ് ആണല്ലോ? യെസ്. ഇങ്ങനെ കുറച്ച് ഹെഡിങ് കൊടുത്തിട്ട് ആ ഹെഡിങ്ങിൽ നിന്ന് എന്താക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇതിനി നാളെ അടുത്ത എക്സാമിന് വരുമോ, ഓൺ എക്സാമിന് വരുമോ? ഇല്ല. സോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് മേക്സ്, I always say that practice makes perfect. അതിന് വേണ്ടി നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കുറച്ചുകൂടി ക്രിസ്പായിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു സർപ്രൈസ് സംഭവം നിങ്ങൾക്ക് ഒരുങ്ങുന്നുണ്ട്. ദാറ്റ്സ് I'm going to reveal that SSLC ഓണം എക്സാമിന് ഒരു ഫുൾ A+ നേടാൻ ഒരു കിടിലൻ റിവിഷൻ ബാച്ച്. ആക്ച്വലി this is going to be the last and final batch as 3.0 Xylem SSLC 3.0. യെസ്, Astra 3.0 നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാച്ചാണ് ഇത്. ഇന്ന് ഈ ഓണം എക്സാം വരെയല്ല, ഓണം എക്സാം കഴിഞ്ഞിട്ടും പബ്ലിക് എക്സാം വരെ ഒരു കൊല്ലത്തേക്ക് നമ്മുടെ ഈ ഒരു SSLC എക്സാം കഴിയുന്നത് വരെയുള്ളൊരു ബാച്ചാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രോബബ്ലി ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാച്ച്. ഓക്കെ, ഒരു കിടിലൻ റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മക്കളെ. അതിൻ്റെ സവിശേഷ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും അറിയുന്നതായിരിക്കും. യെസ്, ഓൾറെഡി നമ്മളുള്ള ഓണം എക്സാമിനുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും വീണ്ടും റിവൈസ് ചെയ്യും. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നേരിടാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യും. അതുമാത്രമല്ല ഓണത്തിനൊരു മോഡൽ എക്സാം. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ മോഡൽ എക്സാം, കഴിഞ്ഞ കൊല്ലത്തെ എക്സാമാണ്, എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഇനി വരുന്ന എക്സാമിന് ഏതൊക്കെ രൂപത്തിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്, ഏത് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, ഏത് ഒരു അപ്രീസിയേഷൻ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏത് കവിത വെച്ചിട്ടാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ വെച്ചിട്ട് അത് മൊത്തം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു മോഡൽ എക്സാം, സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് മോഡൽ എക്സാം നിങ്ങൾക്ക് നടത്തുന്നതാണ്. മാത്രമല്ല ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സുകൾ, ആക്ച്വലി ക്യാപ്സൂൾ ലൈക്ക് ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതൊക്കെ
റിവിഷൻ ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എന്തായിരിക്കും പഠിച്ചത്, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ PYQ ഡിസ്കഷൻ യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല ഇത് പബ്ലിക് എക്സാം വരെ വാലിഡ് ആണ്. റെക്കോർഡഡ് കോണ്ടന്റ്സ് ആക്ച്വലി കംപ്ലീറ്റ് ചാപ്റ്ററും, ഇത് ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല കേട്ടോ, മുഴുവൻ സബ്ജക്റ്റിൻ്റെയും മുഴുവൻ ചാപ്റ്റേഴ്സും നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ആയിരിക്കും. യെസ്, നോട്ട് എഫക്റ്റഡ് യുവർ സ്കൂൾ ക്ലാസ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെയോ ഇൻ കേസ് നിങ്ങൾ എക്സ്ട്രാ വേറെ നിങ്ങൾ ക്ലാസ്സിന് പോകുന്നുണ്ടെങ്കിലോ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് സെറ്റാണ് ഉണ്ടെങ്കിലും അതിനെയും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സെറ്റാണ്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. തീർന്നില്ല. മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിങ് ഇൻസ്റ്റാലേൺ. എന്താണ് ഇൻസ്റ്റാലേൺ? ഓക്കെ, ഇനി നമുക്ക് ഗ്രാമറിൻ്റെ കാര്യം പറയാനുണ്ട്. ഗ്രാമറിൽ ഏതൊക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് പറയാനുണ്ട്. നോക്കിക്കോ, ഇൻസ്റ്റാലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാലേണിൻ്റെ ഒരു ഷോർട്ട് നോട്ടാണ്. അതാ ഈ രൂപത്തിലാണ്. നമ്മുടെ മാത്സിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ചാപ്റ്റർ, അതിൻ്റെ ഒരു ഇൻസ്റ്റാലേൺ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി വരുന്ന എക്സാറ്റ് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കോൺസെപ്റ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ട് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു പ്ലേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മാക്സിമം ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പ്രോ ആക്കി മാറ്റുന്ന രീതിയിൽ ഇൻസ്റ്റാലേൺ ഷോർട്ട് നോട്ടുകൾ എക്സ്ക്ലൂസീവ് സൈലം എക്സ്ക്ലൂസീവ് സാധനം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ വൈദ്യുത കാന്തിക ഫലം ആക്ച്വലി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഫ്രം ദ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഷോർട്ട് നോട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാലേൺ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്രയും കേൾക്കുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് ഇത്രയും ഷോർട്ട് നോട്ടുകൾ, അതുപോലെ തന്നെ ഇത്രയും സ്പെഷ്യാലിറ്റീസ്, ഫീച്ചേഴ്സ്, വലിയൊരു എമൗണ്ട് ആയിരിക്കും എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് നോ, 3499 എന്ന് പറയുന്ന ഒരു മാജിക് പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു SSLC ബാച്ച് അവസാനിക്കുന്നത് വരെയുള്ള സൈലത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾ നൽകാൻ പോകുന്നത്. കോൺടാക്ട് ആസ് സൂൺ ആസ് പോസിബിൾ. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ബാച്ചിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നല്ലോ, ഔട്ട് ഓഫ് സിലബസ് ആയിട്ടും അല്ലാതെ ആയിട്ടും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്. അതൊക്കെ നമ്മൾ സെറ്റാക്കി പവറാക്കി നിങ്ങളുടെ കൈ തരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇത് പ്രോബബിലി ഇത് ലാസ്റ്റ് ബാച്ച് ആയിരിക്കും, നമ്മുടെ SSLCയുടെ ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. ഓക്കെ, നമ്മുടെ സൈലം നടത്തുന്ന ലാസ്റ്റ് ബാച്ച് ആവാനുള്ള എല്ലാ സാധ്യതകളാണെന്ന് കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ നേരെ പോകുന്നത് ഗ്രാമർ ക്വസ്റ്റ്യൻസിലേക്കാണ്. നിങ്ങൾ ഗ്രാമറിൽ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ കാര്യങ്ങൾ സെറ്റാക്കി വെക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച്, സൂപ്പർ. ഫ്രേസൽ വെർബ്സ്, വാവ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടോടാ, ക്വസ്റ്റ്യൻ കണ്ടോടാ. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ് ഗിവൺ ബിലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു കോൺവെർസേഷൻ നിങ്ങളോട് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യും? സെറ്റാക്കാം. യെസ്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ചെയ്യാൻ പ്രോബബ്ലി മിക്ക ക്വസ്റ്റ്യൻസിലും വരുന്ന ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. മാത്രമല്ല ഫ്രേസൽ വെർബ്സ് എല്ലാ കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു 10-35 ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അത് നമ്മളങ്ങോട്ട് പഠിക്കും. വി ക്യാൻ ക്രാക്ക് ദിസ് ക്വസ്റ്റ്യൻ ടു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താക്കിയിരിക്കും? പുഷ്പം പോലെ പാസ്സായിരിക്കും. ഗ്രാമർ ക്വസ്റ്റ്യൻസ് തീർന്നോ? ഇല്ല, ഇനിയുമുണ്ട്. അതേ കിടക്കുന്നു. പ്രിപ്പോസിഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് വെച്ചിട്ടുണ്ടായിരിക്കും. ഹാഡ്, ബെറ്റർ, ഇഫ്, ക്ലോസ്. ഇത് കേൾക്കുന്ന സമയത്ത് സീൻ, ബട്ട് ഡോണ്ട് വറി. ഈ ഒരു പാറ്റേൺ, ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ A+ കിട്ടാമെന്നതിൻ്റെ ആ ഒരു ഷുവർ നമ്മൾ തരികയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. പ്ലസ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിന് മുമ്പ് ഇവിടെ ക്വസ്റ്റ്യൻ പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള എവിടെ ചേർക്കണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. മാത്രമല്ല ക്വസ്റ്റ്യൻ ടാഗ്, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, കംപ്ലീറ്റ് ദ ഡയലോഗ് എന്നുള്ളതിൽ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ഹാഡ്, ബെറ്റർ ഉണ്ട്. കണ്ടോ, യു ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സെറ്റാക്കി തരും. അതുപോലെ തന്നെ ഇഫ്, ക്ലോസ്. ഈഫ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്താണ് വരിക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, സെറ്റാക്കേണ്ടതുണ്ട്. ഇതാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇനി വരുന്ന ഓണം എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അബൌട്ട് വിച്ച് പോർഷൻ യു നീഡ് ദ മോസ്റ്റ്. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പ്രൊഫൈൽ റെഡിയാക്കി തരാൻ പറഞ്ഞു, ഗ്രാമർ സെറ്റാക്കി തരാൻ പറഞ്ഞു, ലെറ്റർ റെഡിയാക്കി തരാൻ പറഞ്ഞു, നോട്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിലേത് പോർഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം, എത്രത്തോളം യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ആക്ച്വലി വി ഹാവ് ഓൺലി എ കമ്മ്യൂണിക്കേഷൻ, എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ
ത്രൂ ദ കമൻറ്റ് ബോക്സ്. സോ മാക്സിമം കമ്മ്യൂണിക്കേഷൻ ആ ഒരു കമൻറ്റ് ബോക്സ് വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അവിടെ നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ്, ഏത് പോർഷനാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സെറ്റാക്കാം, പവറാക്കാം. അതുമാത്രമല്ല നിങ്ങളെപ്പോലെ SSLCക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. പലരും പറയാറുണ്ട് അവരുടെ വൺ ഓഫ് ദ ടഫസ്റ്റ് സബ്ജക്റ്റിൽ പറയുന്ന ഒരു സംഭവമാണ്. സംഭവം സിമ്പിളാണ്, പക്ഷേ പലപ്പോഴും A+ നഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് കൂടി രക്ഷപ്പെടട്ടെ, ഫുൾ A+ നേടട്ടെ. സോ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ SSLCയുടെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇംഗ്ലീഷ് പാസ്സാവട്ടെ. ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് സെറ്റാക്കുകയാണെങ്കിൽ I'm guarantee that you will get A+ in upcoming ഓണം എക്സാമിനേഷൻ. അതുപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അത് ഓണം എക്സാമിന് മാത്രമല്ല ബാച്ച്, ആക്ച്വലി ഇനി വരുന്ന ക്രിസ്മസ് എക്സാം, മെയിൻലി ദ പബ്ലിക് എക്സാം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോരുത്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മാത്രമല്ല നമ്മുടെ ഇതുപോലത്തെ നമ്മുടെ ആപ്പിൻ്റെ ഡീറ്റെയിൽ മീൻസ് ആക്ച്വലി നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ എടുക്കുന്ന ലൈവ് സെഷനുകളുടെയൊക്കെ ഫ്രീ നോട്ട്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. സൈലത്തിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ. താങ്ക് യു.